നമുക്കറിയാം, രാഷ്ട്രീയ ചർച്ചകളെല്ലാം തന്നെ എപ്പോഴും ചൂടുള്ളതാണ്. ഓരോരുത്തർക്കും സ്വന്തം പാർട്ടി, സ്വന്തം അഭിപ്രായം, സ്വന്തം സത്യങ്ങൾ. പക്ഷെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന്? പാർട്ടി പേരുകൾ മാറും, നേതാക്കൾ മാറും, പക്ഷേ മനുഷ്യൻ എന്നത് മാറ്റമില്ലാത്തതാണ്. അപ്പോൾ മനുഷ്യനായി പിന്തുടരേണ്ട രാഷ്ട്രീയ മൂല്യങ്ങൾ എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ്, ഹൈ എസ്കേ പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ്കേ പ്ലാറ്റൂണിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. പിന്നെ താഴെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതിന് യൂട്യൂബ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ചെയ്തില്ല ഗൈസ്? ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് രാഷ്ട്രീയം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവനൊരു പൊളിറ്റിക്കൽ അനിമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് പൊളിറ്റിക്സ്? നമുക്ക് നോക്കാം. രാഷ്ട്രീയം എന്നത് കേവലം ഒരു വോട്ട്, അല്ലെങ്കിൽ പാർട്ടി, അല്ലെങ്കിൽ ഒരു അധികാര മത്സരമോ അല്ല. അതിൽ കൂടുതൽ ആഴമുള്ള ഒരു അർത്ഥമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. പവർ എങ്ങനെ പങ്കിടാം, സമ്പത്ത് എങ്ങനെ ന്യായമായി ഉപയോഗിക്കാം, മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാതെ ഞാൻ എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യന്റെ രാഷ്ട്രീയത്തിന് പ്രധാനമായിട്ടും 7 അടിസ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്കവ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിലൊന്നാമത്തതാണ് മനുഷ്യ ഗൗരവം, അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മുടെ സമൂഹത്തിൽ ഓരോ മനുഷ്യരും വിലപ്പെട്ടതാണ്. അവന്റെ ജാതിയോ മതമോ പണമോ അനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മനുഷ്യൻ എന്ന നിലയിലാണ് വിലയിരുത്തേണ്ടത്. ഒരു സമൂഹത്തിന്റെ മഹത്വം എങ്ങനെ നമുക്ക് അളക്കാം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ സൊസൈറ്റിയിലെ ഏറ്റവും ദുർബലരായിട്ടുള്ളവരെ എങ്ങനെ അവർ കാണുന്നു എന്നതിലാണ്. ദി മെഷർ ഓഫ് സിവിലൈസേഷൻ ഈസ് ഹൗ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് വൾനറബിൾ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. പിന്നെ ഇതിൽ രണ്ടാമത്തേതാണ് നീതിയും തുല്യതയും, ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. നീതിയില്ലാത്ത സമൂഹം ഒരു ഗൃഹതുരത്വം പോലെ തോന്നും. എല്ലാം നല്ലതുപോലെ തോന്നും, പക്ഷേ ഉള്ളിൽ ചീഞ്ഞിരിക്കും. മനുഷ്യന്റെ രാഷ്ട്രീയത്തിൽ നീതി പ്രധാനമാണ്. അധികാരവും പണവും ഒരാളുടെ കയ്യിൽ മാത്രം കൂടരുത്. ഓരോരുത്തർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കണം. പിന്നെ മൂന്നാമത്തത് സത്യവും പരസത്യവും, അതായത് ട്രൂത്ത് ആൻഡ് ട്രാൻസ്പെറൻസി. സത്യത്തെ വലുതായി കാണുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിർത്തുന്നത്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇമേജാണ് പ്രധാനമായിട്ട് നോക്കുന്നത്, ഇന്റഗ്രിറ്റി അല്ല. ട്രൈബല്ല, ട്രൂത്ത് ആകണം. കള്ളവും പ്രചാരണവുമായി കടന്നു പോകുന്ന ഒരു സമൂഹം എപ്പോഴും തളരും. പിന്നെ നാലാമത്തത് കരുണയും അതുപോലെ തന്നെ ഐക്യവുമാണ്, കമ്പാഷൻ ആൻഡ് സോളിഡാരിറ്റി. ഇപ്പോൾ നമുക്കെല്ലാം വ്യക്തിഗത വിജയമാണ് പ്രധാനമായത്. എനിക്ക് കിട്ടിയാൽ മതി, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കാര്യമില്ല എന്നൊരു മനോഭാവം. പക്ഷെ മനസ്സിലാക്കുക, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ജീവിയല്ല, ഇത് സമൂഹ ജീവിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരൊറ്റ ശരീരമാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുടെ വേദന പോലും നമ്മുടെ വേദനയായിട്ട് മാറും. ആ വേദനയോട് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഞ്ചാമത്തേതാണ് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും, ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാം എന്നതല്ല, ഞാൻ എൻ്റെ വഴിക്ക് ജീവിക്കും, പക്ഷെ മറ്റുള്ള ഒരാളുടെ അവകാശത്തെ തകർക്കാതെ എന്നതാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിനൊപ്പം ഉത്തരവാദിത്വം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇല്ല എങ്കിൽ അത് അനർത്ഥമാണ്. അതിനർത്ഥം ജീവിതം തന്നെ വേസ്റ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ ആറാമത്തേതാണ് ഭൂമിയുടെ സംരക്ഷണം, സ്റ്റുവാർഡ്ഷിപ്പ് ഓഫ് എർത്ത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഭൂമിയാണ്. പ്ലാസ്റ്റിക്, മലിനീകരണം, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇതെല്ലാം തന്നെ രാഷ്ട്രീയ വിഷയമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് എവിടെ നോക്കിയാലും ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇട്ടുകൊണ്ട് നമ്മുടെ ഭൂമിയെ ഒരുപാട് മലിനമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായു മലിനീകരണം, വാട്ടർ മലിനീകരണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളെ ചുറ്റും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവനെ തന്നെയാണ്
ശരിക്കും ബാധിക്കുന്നത്. നമ്മുടെ മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവനെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. സോ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് all the animals or species in the earth. So this is very important subject in the politics. പിന്നെ ഇതിൽ ഏഴാമത്തെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭാഷണവും സഹിഷ്ണുതയും, ഡയലോഗ് ഓവർ ഡോഗ്മ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും യുണിക്കാണ്, വ്യത്യസ്തരാണ്, വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണ്. സോ നമുക്കിടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കേൾക്കുക എന്നതിന് പകരം അതിന് മറുപടി പറയാനാണ് ഒരുപാട് ആൾക്കാരും കാത്തിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ചേഞ്ച്. ആദ്യം കേൾക്കാൻ പഠിക്കണം നമ്മൾ, എന്നാലേ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയിക്കുക എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജാതി, മതം, പാർട്ടി ഇതിന്റെ പേരിലൊന്നും ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ വേർതിരിക്കരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്താണ്? പവറാണോ അതോ ഡോമിനൻസ് ആണോ? അല്ല, അത് ഫ്ലറിഷിംഗ് ആണ്. ഓരോരുത്തർക്കും ജീവിക്കാൻ, വളരാൻ, പിന്നെ സ്നേഹിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്രകൃതി ജീവിയാണ്. സോ മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ സുഖ സൗകര്യത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പൊളിറ്റിക്സ്. ഇറ്റ് ഷുഡ് ബി അവർ പൊളിറ്റിക്സ്. സോ ഇനി മുതൽ നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ പാർട്ടി എന്തു പറയുന്നു എന്നതല്ല ചോദ്യം, എൻ്റെ മനുഷ്യത്വം എന്തു പറയുന്നു എന്നതാണ് ചോദ്യം. കാരണം ഈ രാജ്യം നമ്മുടേതല്ല, നമ്മളാണ് ഈ രാജ്യം. സോ ഇതുപോലുള്ള ചിന്തകൾ നമുക്ക് കൂടുതൽ ആവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ സന്ദേശം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ നമുക്ക് മനുഷ്യരായി ഇനി കൂടുതലായിട്ടും മനുഷ്യത്വപരമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.